ഹായ് ഓൾ. അപ്പോൾ ഈസി എക്സാം ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബുക്സ് ആൻഡ് ഓതേഴ്സ് മെയ് 2023 ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻസ് ബൈ ശശി ശേഖർ വെമ്പട്ടി. കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻസ് ബൈ ശശി ശേഖർ വെമ്പട്ടി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? ശശി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺക്രീറ്റ് പണിക്കാരനാണെന്ന് വിചാരിക്കുക. ശശി എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് പണിക്കാരനാണ്. അയാള് ആ പണിക്ക് പോയത് സ്പിരിറ്റും കയ്യിൽ വെച്ചുകൊണ്ടാണ്. അതായത് ശശി എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് പണിക്കാരനാണ്. അയാൾ കയ്യിൽ സ്പിരിറ്റും വെച്ചുകൊണ്ടാണ് പണിക്ക് പോയത്. അങ്ങനെ ആലോചിക്കാം. ഇനി അടുത്തത് റിഫ്ലക്ഷൻസ് ബൈ നാരായണൻ ബഗോൽ. അതിന് പ്രത്യേകിച്ച് എനിക്ക് ക്ലൂ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് വല്ലതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് മെയ്ഡ് ഇൻ ഇന്ത്യ 75 years of business and enterprise by അമിതാഭ് കാന്ത്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 years of business and enterprise by അമിതാഭ് കാന്ത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? ബിസിനസ്സും എന്റർപ്രൈസസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബിസിനസ് ആൻഡ് എന്റർപ്രൈസസ് എന്നൊക്കെ പറയുന്നത് അമിതമായിട്ട് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ ആലോചിക്കുക. ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആലോചിക്കുക. അടുത്തത് സച്ചിൻ അറ്റ് 50 സെലിബ്രേറ്റിംഗ് എ മാസ്ട്രോ ബോറിയ മജുംദാർ. സച്ചിൻ അറ്റ് 50 സെലിബ്രേറ്റിംഗ് എ മാസ്ട്രോ ബൈ ബോറിയ മജുംദാർ. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം? സച്ചിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആരെയും ബോറടിപ്പിക്കാത്തൊരു മനുഷ്യനാണ് അല്ലെ. സച്ചിൻ എന്ന് പറയുന്നത് ആരെയും ബോറടിപ്പിക്കാത്ത ഒരു മനുഷ്യനാണ്. അങ്ങനെ ആലോചിച്ച് വയ്ക്കാം. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് സൈബർ എൻകൗണ്ടേഴ്സ് കോപ്സ് അഡ്വഞ്ചേഴ്സ് വിത്ത് ഓൺലൈൻ ക്രിമിനൽസ്. ആരാണ്? അശോക് കുമാർ ആൻഡ് OP മോൻച. ഓക്കെ, അപ്പൊ അശോക് കുമാർ ആൻഡ് OP മോൻച. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? മോന്റെ OP മീൻസ് OP ടിക്കറ്റ് എടുക്കുമല്ലോ. അപ്പൊ മോന്റെ OP ടിക്കറ്റ് ഓൺലൈൻ വഴി ആണ് അശോകൻ എടുത്തത്. മോന്റെ OP ടിക്കറ്റ് അശോകൻ ഓൺലൈൻ വഴി എടുത്തു. അപ്പോഴാണ് അത് മനസ്സിലായത് അത് ക്രിമിനൽസിന്റെ ഒരു സൈബർ അറ്റാക്ക് ആയിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ അശോകൻ മോന്റെ OP ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തു. അപ്പോഴാണ് മനസ്സിലായത് അതൊരു ക്രിമിനൽസിന്റെ സൈബർ അറ്റാക്ക് ആണെന്ന്. അടുത്തത് ജസ്റ്റ് ആസ് പെയർ നോട്ട്സ് ഓൺ ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ദി ഫ്യൂച്ചർ അജയ് ചൗധരി. അപ്പൊ ജസ്റ്റ് ആസ് പെയർ നോട്ട്സ് ഓൺ ടെക്നോളജി ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ദി ഫ്യൂച്ചർ അജയ് ചൗധരി. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഈ ഓൺടർപ്രണർഷിപ്പ് ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കുറെ ചൗധരി എന്നുള്ളതിന് ചവിട്ട് അങ്ങനെ ആയിട്ടിരിക്കുക. ചവിട്ടുകൾ ഒക്കെ സഹിക്കേണ്ടി വരും. കുറെ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ കുറെ ചവിട്ടുകൾ സഹിക്കേണ്ടി വരും. അതായത് ഒരു ഓൺടർപ്രണർഷിപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ കുറെ ചവിട്ടുകളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇനി 8 years of മോദി സർക്കാർ എ കമ്പൈലേഷൻ ഓഫ് അച്ചീവ്മെന്റ് ബൈ അതായത് അത് പ്രസന്റ് ചെയ്തത് സന്ദീപ് മർവയാണ്. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വെക്കാം? മോദിന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്താണ്? ഭയങ്കര ഡീപ്പാണ്, അതുപോലെ മറക്കാൻ പറ്റാത്തതാണ് അല്ലെ. മോദിന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്താണ്? ഭയങ്കര ഡീപ്പാണ്, അതുപോലെ നമുക്ക് ഒന്നും മറക്കാൻ പറ്റാത്ത അച്ചീവ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ലിത്വാനിയൻ എംബസി എന്ന് പറയുന്നത് ഒരു കോമിക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഫസ്റ്റ് ലിത്വാനിയൻ ട്രാവലേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് ലിത്വാനിയൻ ട്രാവലേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കോമിക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡയാന മിക്വീസിൻ എന്ന് പറയുന്നത് അംബാസഡർ ഓഫ് ലിത്വാനിയ ടു ഇന്ത്യ ആണെന്ന് ഓർത്ത് വെക്കുക. അംബാസഡർ ഓഫ് ലിത്വാനിയ ടു ഇന്ത്യ ആരാണ്? ഡയാന മിക്വീസിൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, ദ ഗോൾഡൻ ഇയേഴ്സ് ദ മെനി ജോയ്സ് ഓഫ് ലിവിങ് എ ഗുഡ് ലോങ് ലൈഫ് എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ട് ആണ് ഓദർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വെക്കാം? ഗോൾഡൻ എന്ന് പറയുമ്പോൾ കഴിക്കുന്ന റസ്ക് ഉണ്ടല്ലോ. അപ്പോൾ ഗോൾഡൻ കളർ റസ്ക് നമുക്ക് ഗോൾഡൻ കളർ ആണല്ലോ റസ്ക്, അങ്ങനെ ഓർത്ത് വെക്കാം. അടുത്തത് സുപ്രീം കോർട്ട് ഓൺ കമേഴ്ഷ്യൽ ആർബിട്രേഷൻ ഡോക്ടർ മനോജ് കുമാർ. ആൻഡ് ഇതിന്റെ ഫോർവേഡ് ഓഫ് ദ ബുക്ക് ഓദർ എന്ന് പറയുന്നത് R വെങ്കട്ടരമണിയാണ്. ഓക്കെ, അപ്പൊ സുപ്രീം കോർട്ട് ഓൺ കമേഴ്ഷ്യൽ ആർബിട്രേഷൻ എന്ന് പറയുന്നവരാണ്? ഡോക്ടർ മനോജ് കുമാറാണ്. അപ്പൊ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ സുപ്രീം കോർട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു
മനോധൈര്യം വരും. സുപ്രീം കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മനോധൈര്യം വരും. അങ്ങനെ ആലോചിച്ച് വെക്കുക. സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ നമുക്കൊരു മനോധൈര്യം വരും. അപ്പോൾ സി എ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ എൻ്റെ ചാനലിൽ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ടെലഗ്രാം ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. നൈറ്റ് 10 PM ഡെയിലി CA ക്വിസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ എക്സാംസ് പ്രിപ്പയർ ചെയ്യണവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് പാർട്ടീഷൻഡ് ഫ്രീഡം ബൈ രാം മാധവ്. പാർട്ടീഷൻഡ് ഫ്രീഡം ബൈ രാം മാധവ്. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം? മാധവൻ, മീശ മാധവൻ സിനിമയിലെ മാധവനെ ആലോചിക്കുക. അപ്പോൾ മാധവൻ എന്ന് പറയുന്നത് ഫ്രീഡം കിട്ടാത്ത ഒരാളാണ്. അങ്ങനെ ആലോചിക്കുക. മാധവൻ എന്ന് പറയുന്നത് ഫ്രീഡം കിട്ടാത്ത ഒരാളാണ്. അങ്ങനെ. ഇനി അടുത്തത് റിംഗ് സൈഡ് അപ്പ് ക്ലോസ് ആൻഡ് പേഴ്സണൽ ഓൺ ഇന്ത്യ ആൻഡ് ബിയോണ്ട് ബൈ ഡോക്ടർ വിജയ് ദർദ. അപ്പോൾ ഇതെങ്ങനെ ആലോചിക്കാം? വിജയ്, സിനിമ നടൻ വിജയ്. വിജയ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിംഗ് ഒക്കെ വെച്ചിട്ട് ക്ലോസപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. വിജയ് എന്ന് പറയുന്നത് ഒരു റിംഗ് ഒക്കെ വെച്ചിട്ട് ക്ലോസപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിക്കുക. വിജയ് എന്ന് പറയുന്നത് റിംഗ് ഒക്കെ വെച്ച് ക്ലോസപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ മെയ് 2023 ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലൂസ് ഒക്കെ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് വേറെ ക്യൂസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിക്കാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ